കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും, അപ്പോൾ തന്നെ കൂടാതെ ഇതര വിഭാഗത്തിൽപ്പെട്ടവരെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അവർക്കൂടെ എഴുതപ്പെട്ടതാണ് നാം വായിക്കുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി എഴുതി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എഴുതി തന്നിരിക്കുന്ന വചനമാണ്. ആരെയും ദൈവം ഒഴിവാക്കാറില്ല, മുഖപക്ഷം കാണിക്കാറില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സർവശക്തി. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന പ്രശ്നം, മനുഷ്യന്റെ ശൈശവ പ്രായം മുതൽ വാർദ്ധക്യം വരെ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന പ്രായത്തിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ മാറ്റമില്ലാത്ത ദൈവം, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. അപകടവേളകൾ, മരണവേളകൾ, രോഗങ്ങൾ, കഷ്ടതകൾ, ദാരിദ്ര്യങ്ങൾ, സങ്കടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കടൽക്ഷോഭങ്ങൾ, പേമാരികൾ, ജലപ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ, ഉൾപ്പെടെ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇനി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തെളിവ് പറയാം. നമുക്കറിയാം 2020 ഹല്ലേലൂയ, നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി സകല ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ. അവിടെ ഈ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എത്ര പേര് നിങ്ങളുടെ കൺമുമ്പിൽ ആ കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടു പോയി. നിങ്ങളുടെ ഉറ്റവരും ഉടയരും ഒക്കെ മരിച്ചപ്പോൾ, നിങ്ങളുടെ സന്തത സഹചാരികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടപ്പോൾ, കൊറോണ ബാധിച്ച് മരണപ്പെട്ടപ്പോൾ അവരെ ചെന്നൊരു നോക്കുപോലും കാണാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. കൊറോണ ബാധിച്ച സമയത്ത് നിങ്ങൾ പലപ്പോഴും വേദനിക്കപ്പെടേണ്ട, മരണം അടുത്തല്ലോ എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് സർവശക്തിയുള്ള ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു അവസരം കൂടെ ദൈവം ഭൂമിയിൽ തന്നതാണ്. എന്തിനാണ്? മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം, മാറ്റമില്ലാത്ത ദൈവശക്തി നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറാൻ വേണ്ടിയിട്ട് കർത്താവ് നിങ്ങൾക്കൊരു അവസരം കൂടെ തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ അനവധി ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമിനെയൊക്കെ നോക്കുമ്പോൾ അനവധി രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ദൈവ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ദൈവമാണെന്ന് നടിച്ചിട്ടുണ്ട്. അവർ ദൈവമായതുകൊണ്ട് അവർക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് ഒരു വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചില ചക്രവർത്തിമാരുടെ പേരുടെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ. നമുക്കറിയാം, നീറോ എന്ന് പറയുന്ന ചക്രവർത്തി, നീറോ, അദ്ദേഹം ഭരിച്ചത് AD 54 മുതൽ 68 വരെയാണ്. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് ഗൽബ AD 68, പിന്നെ ഓദോ AD 69, പിന്നെ വെറ്റേലിയസ് AD 69, പിന്നെ വെസ്പേഷ്യൻ AD 69 മുതൽ 79 വരെ, ഡൊമീഷ്യൻ AD 80 തൊട്ട് 96 വരെ, നെർവോ AD 96 മുതൽ 98 വരെ, ട്രാജൻ AD 98 മുതൽ 117 വരെ ഉള്ള കാലഘട്ടം AD. ഇവരെല്ലാം സ്വയം ദൈവമാണെന്ന് പറഞ്ഞവരാ, സ്വയം ദൈവമായി മാറിയവരാണ്. ഇവരുടെയൊക്കെ സർവശക്തി തെളിയിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടു പോയെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇവരെല്ലാം പരാജയപ്പെട്ട കൂട്ടത്തിലുള്ള ചക്രവർത്തിമാരാണ്. തുടർന്ന് ലോക ചരിത്രം നാം പഠിക്കുമ്പോൾ ലോകത്തെ പ്രതിദാനം ചെയ്ത അനവധി ചക്രവർത്തിമാരും രാജാക്കന്മാരും രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന അനവധി ആളുകൾ എഴുതിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ സർവശക്തി തെളിയിപ്പാൻ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം മൺമറഞ്ഞ് മണ്ണോട് മണ്ണ് ചേർന്നു. ഓർത്തു നോക്കി, മണ്ണോട് മണ്ണ് മറഞ്ഞ്
മണ്ണോട് മണ്ണായി ഒരു പിടി മണ്ണിനകത്ത് അവശേഷിച്ച് കിടക്കുമ്പോൾ, തീർന്നു കിടക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ പറയട്ടെ, ഒരിക്കലും മാറ്റമില്ലാത്ത, മാറ്റം വരാത്തവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, മാറ്റമില്ലാത്ത ദൈവം, അവന്റെ മാറ്റമില്ലാത്ത സർവശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ലോകത്തിൽ ദൈവങ്ങളായിട്ട് എഴുന്നേറ്റ് വരുന്ന, ദൈവിക അവതാരമാണെന്ന് എഴുന്നേറ്റ് വരുന്ന മനുഷ്യനെ നിങ്ങൾ ആശ്രയിക്കരുത്. ആ മനുഷ്യൻ ഭരിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറ്റുന്ന ഗ്രീക്ക് ഭാഷയിൽ, ഹല്ലേലൂയ, ആദ്യത്തെ അക്ഷരം ആൽഫ, ഹല്ലേലൂയ, അവസാനത്തെ അക്ഷരം ഒമേഗ എന്നാണ്. അപ്പൊ നമ്മുടെ ദൈവം നമുക്ക് ആൽഫയും ഒമേഗയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ആദ്യ വാക്കിനും അവസാനത്തെ വാക്കിനും ഇടയിലുള്ള എല്ലാ വാക്കുകളും, അക്ഷരങ്ങളും, വചനങ്ങളും, വാചകങ്ങളും, ആരംഭവും അവസാനവും അവൻ തന്നെ എന്ന് വെളിപ്പെടുത്തുക. ആര്? യേശു തന്നെ. സർവശക്തിയുള്ള ദൈവം യേശു തന്നെ എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിലുള്ള ആദിയും അവൻ തന്നെ, ഉൽപ്പത്തിയിലുള്ള ആദിയും അവൻ തന്നെ. ഹല്ലേലൂയ. അപ്പം വെളിപ്പാടിലുള്ള അന്ത്യവും അവൻ തന്നെ, ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ ഇരിക്കുന്നവനും അവൻ തന്നെ. ഓർത്ത് നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠതകളാണ്. നമ്മൾ ഈ ദിവസങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകത്തിനെ ചിന്തിക്കുന്നതിന്റെ കാരണം അവിടെ ദൈവം ആരെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉയർത്തുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആര്? ഞാൻ പ്രസംഗിക്കാൻ കാരണം എന്താണ്? ഈ യേശുവിനെ ഇത്രമാത്രം ഉയർത്താൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് യേശുവിന്റെ നാം ഇത്രമാത്രം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒറ്റ കാര്യമുള്ളൂ, അവൻ സർവശക്തിയുള്ള ദൈവമായതുകൊണ്ട്. സർവശക്തിയുള്ള ദൈവവും മാറ്റമില്ലാത്തവനുമായ ദൈവമായതുകൊണ്ടും മനുഷ്യന്റെ ഏത് സാഹചര്യങ്ങളിലും അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന്, അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടുന്ന, അവന്റെ സർവശക്തി കൊണ്ട് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം യേശുക്രിസ്തു ആയതുകൊണ്ട്, ആ കർത്താവ് എന്നെയും വിടുവിച്ചെടുത്ത് ആ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രം. വേറെ ആർക്കും അതില്ല. നമുക്കറിയാം, ഓരോ രാജ്യത്തിനും വലിയ സന്നാഹങ്ങളുണ്ട്, സൈന്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളും ആദ്യശക്തന്മാര് തന്നെയാണ്. അല്ലെങ്കിൽ അവരവരുടെ സർവശക്തി ഉപയോഗിച്ച് അവർ പോരാടും, പക്ഷെ പരാജയപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഒരിക്കലും പരാജയപ്പെടുന്നവനല്ല. നമ്മുടെ കർത്താവ് ഒരിക്കൽ പോലും പരാജയപ്പെടില്ല. കാരണം അവന്റെ സർവശക്തിയെ കുറിച്ച് ലോകത്തിലെ ഒരു മനുഷ്യർക്കും അത് വർണ്ണിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അത്രമാത്രം സർവശക്തിയുള്ളവനാണ് നാം പ്രസംഗിക്കുന്ന യേശു എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സർവശക്തിയെ കുറിച്ച് സകല ജനത്തോടും സകല രാജ്യങ്ങളിലും സകല ഭാഷയിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം ഇത് മാറ്റമില്ലാത്ത ഒന്നാണ്. നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവശക്തിയെ നമ്മൾ ഉപയോഗിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവശക്തി, അധികാരമുണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കണം. എന്താണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സർവശക്തി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്? നമുക്കത് ലൂക്കോസിന് വിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്രേ സന്തോഷിപ്പിക്കും. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം, ദൈവിക ശക്തിയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ ദൈവം അവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട സകല ജനങ്ങളും ആ ദൈവശക്തിയുടെ അധികാരത്തെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ആ ദൈവശക്തിയുടെ അധികാരത്തെ ഉപയോഗിക്കുവാൻ നമ്മെ തന്നെ വിശുദ്ധിയോടെ ഏൽപ്പിക്കുമ്പോഴാണ് പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നമുക്ക് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തന് നേരെ കടന്നു വരുന്ന ഏത് കടന്നാക്രമണത്തെയും നമുക്ക് തകർത്തെറിയാൻ കഴിയും. പ്രൈസരോ. കാരണം സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സർവശക്തിയുള്ള ദൈവത്തിന്റെ അധികാരത്തെ അവന്റെ ജനം ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു. അത് കണ്ട് നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവി,
ഈ സർവശക്തിയുള്ള ദൈവം നിന്റെ ഉള്ളിലും വസിപ്പാൻ ആഗ്രഹിക്കുന്നു, നിന്റെ തലമുറയിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നിലൂടെ ദൈവം തന്റെ അധികാരം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ സർവശക്തിയുള്ള ദൈവത്തിന്റെ അധികാരം നമ്മൾ വെളിപ്പെടണമെങ്കിൽ നാം ജീവിത വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതെ, നമ്മുടെ മനസ്സിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതെ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതെ, മറ്റൊന്നിനും വഴിയൊരുക്കി കൊടുക്കാതെ സർവശക്തിയുള്ള ദൈവത്തിന്റെ മകനായി നീ നിൽക്കുമ്പോൾ നിന്നിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കടന്നു വരണമെങ്കിൽ നിങ്ങളുടെ സമ്മതം വേണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് പ്രവേശിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സ് വെക്കുന്നെങ്കിൽ മാത്രമേ, നിങ്ങൾ ഹൃദയം തുറന്ന് കൊടുക്കുന്നെങ്കിൽ മാത്രമേ ഏതൊരു അശുദ്ധിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. ഏതൊരു അശുദ്ധനും നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സ് വെക്കാതെ നിങ്ങൾ ആർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അശുദ്ധി പ്രവേശിക്കരുത്. നിങ്ങൾ മനസ്സ് വെച്ച് കൊടുക്കരുത് പാപങ്ങൾക്ക് വേണ്ടി. സർവശക്തിയുള്ള ദൈവത്തിന്റെ ആ അധികാരത്തെ ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടി നീ ഒരുക്കത്തോടു കൂടിയായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, റോമിലെ അനവധി ചക്രവർത്തിമാര് ഭരിച്ചിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ. അവർ സ്വയം ദൈവമെന്ന് പറഞ്ഞവരുണ്ട്, അവരാണ് സർവശക്തി ഉള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം മൺമറഞ്ഞ്. അവരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ അറിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അന്ന് പണ്ട് ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ രാജാക്കന്മാർ തങ്ങളെ വളരെ ശക്തി ആർജിച്ചവരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ആദിമ കാലഘട്ടത്തിൽ, ആദിമസഭയുടെ കാലഘട്ടത്തിൽ AD 1-ാം നൂറ്റാണ്ടുകളിൽ ഹല്ലേലൂയ, അന്നത്തെ ചക്രവർത്തിമാർ തങ്ങൾ ശക്തിയുള്ളവരാണെന്ന് തെളിയിക്കാൻ, തങ്ങൾ വളരെ ശക്തിയുള്ളവരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പലതും പ്രവർത്തിച്ചു. എന്നാൽ ആ രാജാക്കന്മാർ ലോകത്തിലെ ഭൂരിഭാഗവും ഹല്ലേലൂയ കീഴടക്കി. അന്ന് ഉണ്ടായിരുന്ന രാജാക്കന്മാർ, ചക്രവർത്തിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളും അവർ കീഴടക്കി. തങ്ങളെ ദൈവങ്ങളെ പോലെ കാണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവങ്ങളാ. അവരുടെ അനുയായികൾ പറഞ്ഞു, ഞങ്ങളുടെ ചക്രവർത്തി ദൈവമാ, ഞങ്ങളുടെ രാജാവ് ദൈവമാ, ഹല്ലേലൂയ എന്നൊക്കെ പറയാറില്ലേ. ദൈവമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ രാജാക്കന്മാരുടെ അവസാനം എന്തായി? ഇവരുടെ അവസാനം ആ പലരും ഇങ്ങനെ സർവശക്തിയുള്ളവരാണെന്ന് പറഞ്ഞ, സർവശക്തി ഉണ്ടെന്ന് പറഞ്ഞ് സ്വയം ദൈവങ്ങളായി മാറിയ ചക്രവർത്തിമാരുടെ അവസാനം എന്തായി? അവസാനം വരെ ബുദ്ധിയില്ലാത്തവരായി മാറി. അവസാനം ബുദ്ധിയില്ലാത്തവരും ഭ്രാന്തന്മാരുമായി മാറി. അല്ലേരി, അവർക്കെല്ലാം ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ സർവശക്തി ഇല്ലായിരുന്നു. സർവശക്തി ഉണ്ടെന്നും പറഞ്ഞ് സ്വയം ദൈവങ്ങളായി രാജ്യങ്ങളെ കൈവശപ്പെടുത്തി ജനത്തെ അടിച്ചമർത്തി ജനത്തിന്റെ രക്തം ചൊരിയിച്ച, ജനത്തെ രക്തം വാമി കുടിച്ച രക്തദാഹികളായിരിക്കുന്ന ലോകത്തിന്റെ ചക്രവർത്തി അവർ മരിച്ചത് അവസാനം മാനസിക നില തെറ്റി ഭ്രാന്തന്മാരും ബുദ്ധിഹീനരും ഒക്കെയുമായി മരിച്ചുപോയി. ശക്തി ഉണ്ടായിരുന്നു, സർവശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബുക്കറെ, ഈ കാലഘട്ടത്തില് നമ്മൾ അനവധി വാർത്തകൾ കേൾക്കാറുണ്ട്. ഓരോരുത്തര് ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ചിലരൊക്കെ ഇഷ്ടം പോലെ വീടുകൾ പണിത് കൊടുക്കും, ചിലരൊക്കെ ഇഷ്ടം പോലെ വീടുകൾ പണിത് കൊടുക്കും. ഒക്കെ നല്ലതാണ്. പാവങ്ങളെ സഹായിക്കുക, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, നല്ലതാണ്. പക്ഷെ വീടൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ വീട് വെച്ച് കൊടുത്ത ആളുകളോട് പിന്നെത്തിയത് ചിലരൊക്കെ സംസാരിക്കും, ഇടപെടുമ്പോൾ അവര് പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ, ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന ഞങ്ങളുടെ ഈ മുതലാളി ദൈവമാണെന്ന് പറയും. ഹല്ലേലൂയ, ഞങ്ങളുടെ ഈ മുതലാളി ദൈവമാണ്. അങ്ങനെ പറയുന്ന അനവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആ മുതലാളി അന്നേരത്തിന് ദൈവമായിട്ട് അങ്ങ് മാറും. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിതാണ്, ലോകം നിങ്ങളെ ദൈവമാക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ ലോകം അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ അനുഭവിക്കുന്നവർ നിങ്ങളെ ദൈവമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ദൈവമാകാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറയണം, ഞാനല്ല ഇതൊക്കെ ചെയ്തത്, ഞാനല്ല ഇതൊക്കെ പ്രവർത്തിച്ചത്, എന്നിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്, എന്നെ കൊണ്ട് ജയിപ്പിച്ച ദൈവമാണ്. മഹത്വം മുഴുവൻ അവന് കൊടുക്കണം, നിങ്ങൾ മഹത്വം എടുക്കരുത്. അല്ല, അഥവാ നിങ്ങൾ മഹത്വം എടുത്താൽ, നിങ്ങൾ ദൈവമായി മാറിയാൽ. ആദിമസഭയുടെ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരെല്ലാം വളരെ ശക്തരാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ സ്വയം ദൈവങ്ങളായി മാറി ശക്തിമാരന്മാരിൽ നിന്ന് അടിച്ചവർ പിന്നത്തേതിൽ മരിച്ചു. ഭ്രാന്തന്മാരും ബുദ്ധിഹീനരും ഒക്കെയായി മാറി.
അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുത്. സ്വയം ദൈവങ്ങളായി മാറിയിട്ടുള്ളവരുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലേ? നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല, ചരിത്രങ്ങൾ വല്ലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കും സ്വയം ദൈവങ്ങളായി മാറിയവരുടെ അവസാനം എന്തായിരുന്നു എന്ന്. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പഠിക്കണം. അല്ലേലിയ. യേശു ആരാണ്? അവൻ സർവശക്തിയുള്ള ദൈവമാ. മാറ്റമില്ലാത്ത സാന്നിധ്യം, മാറ്റമില്ലാത്ത ദൈവം, മാറ്റമില്ലാത്ത ശക്തിയുള്ളവൻ, ഒരിക്കലും മാറാത്ത ശക്തിയുടെ കേന്ദ്രം. അല്ലേലിയ. ആരാ? ഇവിടെ യേശു കർത്താവാ. അവന്റെ മക്കളായി ജീവിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചതോർത്താൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഈ സർവശക്തിയുള്ള ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു അനുഭവം, ആ സർവശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലെന്ന് പറയുന്ന സകല ദുരുപദേശകന്മാരും ഈ ദൈവശക്തി അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ രണ്ട് കാലിൽ നിന്ന് പ്രസംഗിക്കുന്നത് തന്നെ. നമുക്ക് നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ട് കാലുകൾ വേണമല്ലോ. നരിയാണികൾക്ക് ബലമില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റുമോ? നരിയാണികൾക്ക് ബലം തന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തി നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിക്കുവാൻ, നമ്മളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കുവാൻ, നമ്മളെ ഈ വിധത്തിൽ നിർത്തുവാൻ നമ്മുടെ സ്വന്തം കഴിവോ ഒന്നും അല്ല. പ്രിയ ശ്രോതാവേ, സർവശക്തിയുള്ള ദൈവം നിന്നെ താങ്ങി നിർത്തുന്നതാ. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ നീ സർവശക്തിയുടെ ആ അധികാരം നിന്റെ ജീവിതത്തിൽ നീ ഉപയോഗിച്ച് നീ കർത്താവിന് മഹത്വം കൊടുക്കണം. അല്ലേലിയ. അപ്പൊ റോമ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലേലിയ ഒരു വിലയുമില്ലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു വിലയുമില്ലായിരുന്നു. ക്രൈസ്തവനെന്ന് പറയുന്നവരെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അല്ലേലിയ അവരെ ചക്രവർത്തിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ കുറ്റം വിധിച്ച് അവരെ കുലമരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പതിവ്. പലരെയും വെട്ടി നുറുക്കിയവർ, പലരെയും അവർ കശാപ്പ് ചെയ്തു, പലരെയും നഗ്നരാക്കി, പലരെയും തീയിലിട്ട് ചുട്ടുകരിച്ചു, പലരെയും മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു, പലരെയും വലിയ പന്തങ്ങളാക്കി മാറ്റി. അവരുടെ സർവശക്തി അവർ വെളിപ്പെടുത്തി. അങ്ങനെ സർവശക്തി വെളിപ്പെടുത്തിയ സകല ചക്രവർത്തിമാരും മരിച്ചു മൺമറഞ്ഞു ഭ്രാന്തന്മാരായി. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു, അനവധി ക്രൈസ്തവ ജനത്തെ, അനവധി ക്രൈസ്തവ മിഷണറിമാരെ, ക്രൈസ്തവ കന്യാസ്ത്രീമാരെ, ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ വെറും മൃഗീയമായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് വെട്ടിനുറുക്കി അവരെ രക്തം കുടിച്ചിരിക്കുന്ന രക്തം കുടിച്ചിരിക്കുന്ന രക്തദാഹികളായിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ സ്വയം ദൈവമെന്ന് പറഞ്ഞ് സർവശക്തിയുള്ളെന്ന് പറഞ്ഞ് ഇരിക്കുന്ന പലരുടെയും അവസാനങ്ങൾ കണ്ടിട്ടില്ലേ? പഴയ ആദ്യമകാലത്തെ ചക്രവർത്തിമാർക്കുണ്ടായതുപോലെ അവസാനം ഇവിടെയൊക്കെ സുബോധം നഷ്ടപ്പെടുന്ന മന്ദബുദ്ധികളായി ഇവരുടെ ജീവിതം പരാജയമാണ്. അപ്പൊ അവര് റോമ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു വിലയുമില്ലായിരുന്നു. പക്ഷെ ചെറിയ അല്ലെങ്കിൽ എങ്കിലും അവർ ഭയപ്പെടാത്ത ചെറിയ ആട്ടിൻകൂട്ടമായിരുന്നു. അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു നിൽക്കുമ്പോഴും ചക്രവർത്തിമാർ സ്വയം ദൈവങ്ങളായി അവരുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ക്രൈസ്തവർക്കൊരു വിലയും ഇല്ലെങ്കിൽ പോലും ദൈവജനം ചെറിയ ആട്ടിൻകൂട്ടം ഭയപ്പെടാതെ നിന്നു എന്നുള്ളതാണ്. ദൈവജനത്തിന് ഭയമില്ല കേട്ടോ. ചെറിയ ആട്ടിൻകൂട്ടമാണെങ്കിലും അവർക്ക് ഭയമില്ല. ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ചെറിയ ആട്ടിൻകൂട്ടമാണ്. ഒരിക്കലും ഈ ലോകത്തിന്റെ അധികാരത്തെ, ലോകത്തിന്റെ ശക്തികളെ ഭയപ്പെടത്തില്ല. കാരണം സർവശക്തിയുള്ള ദൈവത്തിന്റെ മക്കൾ, സർവശക്തിയുള്ളവൻ അവരെ നടത്തുന്നുണ്ട്. സർവശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ് ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കുന്ന ദൈവസഭയുടെ മേൽ കർത്തൃത്വം നടത്തുന്നുകൊണ്ട് ക്രൈസ്തവർ ധൈര്യത്തോടെ നിൽക്കുന്നത്. അവർക്ക് ഭയമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭയപ്പെടേണ്ട ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് നമ്മെ സംബോധന ചെയ്തത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഭയപ്പെടേണ്ട ചെറിയ ആട്ടിൻകൂട്ടമേ നമ്മുടെ കർത്താവ് സംഭവിച്ചു എന്ന് പറഞ്ഞ ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവം എന്നാണ് അവന്റെ നാമം. നമ്മുടെ കർത്താവിന്റെ പേരാണ് സൈന്യങ്ങളുടെ ദൈവം എന്നാണ്. ഹല്ലേലൂയ. ഇന്നും അവൻ രാജാവും സർവശക്തിയുള്ളവനും ലോകത്തിൽ മുഴുവൻ ഭരണം നടത്തുന്നവരുമാണ്. ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് മാനുഷികമായി ചിന്തിക്കുക ഈ ലോക നേതാക്കന്മാരാണെങ്കിലും നമ്മുടെ ദൈവമാണ് സർവസൈനാധിപനായി, രാജാവായി, കർത്താവായി. ഹല്ലേലൂയ. സർവശക്തിയുള്ളവനായി ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ
കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു എന്ന് പറയുന്ന, യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമം, യേശുവിന്റെ നാമം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദുർഭൂത ശക്തികൾ, ദുരാത്മാവിന്റെ സേവകൾ, ദുരാത്മാവിന്റെ ശക്തികൾ നിന്നിൽ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരിലും ഒരു ദുർഭൂതമാണ്, നിങ്ങൾക്കറിയാവും. എല്ലാ മനുഷ്യരും ലോകത്തില് എല്ലാവരും നല്ല സുബോധമുള്ളവനാണ്, നല്ല സുഗമനാണ്, സുന്ദരനാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദുർഭൂതമുണ്ട്, ഒരു ദുരാത്മാവുണ്ടെന്ന് എല്ലാ മനുഷ്യന്റെ ഉള്ളില്. ഒരു ദുർഭൂതം ഒരിക്കലും ഒരു ദുരാത്മാവുമില്ല എന്ന് പറയുന്നവന്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ ഭൂതം ഇരിക്കുന്നത്. ലേരിയ ചെല്ലു പറയും, എന്റെ ഉള്ളിൽ ഒരു ദുരാത്മാവില്ല, എന്റെ ഉള്ളിൽ ദുർഭൂതമില്ല, ഞാൻ സത്യസന്ധനാണ്, വിശുദ്ധനാണെന്ന് പറയും. പക്ഷെ അവന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചേരണം. അവനുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. നിസ്സാര കാര്യങ്ങൾക്കകത്ത് അവൻ കോപിക്കുന്ന ക്ഷുഭിതനാകുന്ന കാണാൻ കഴിയും. അപ്പോഴാണ് അവന്റെ ഉള്ളിലെ ദുരാത്മാവിനെ നിങ്ങൾക്ക് വെളിപ്പെടും. ചിലർക്ക് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാണ്, പക്ഷെ ഏതെങ്കിലും ഒരു ദുരാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സർവശക്തിയുള്ള യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുമ്പോൾ, സർവശക്തിയുള്ള കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ചു കഴിയുമ്പോൾ, നീ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമായി, ദൈവസഭയുടെ ഭാഗമായി, നീ ദൈവത്തിന്റെ മകനായി, മകളായി മാറുമ്പോൾ നിന്റെ മേൽ പിന്നെ ദുരാത്മാവിന് അധികാരമില്ല, ദുർഭൂതങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് പാമ്പുകളിൽ, തേളുകളിൽ, ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ അധികാരം തന്നെന്ന് സർവശക്തിയുള്ള ദൈവം നിന്നോട് അരുളി ചെയ്യുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മേൽ ദുർഭൂതങ്ങൾക്കോ, ദുർശക്തികൾക്കോ, ദുർമന്ത്രവാദങ്ങൾക്കോ മെലരിയ ഒരധികാരവുമില്ല. അല്ലേരിയ. കാരണം നീ സർവശക്തിയുള്ള ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അല്ല ദുർമന്ത്രവാദങ്ങൾ, ദുർഭൂതങ്ങൾ, ദുരാത്മാവിന്റെ പേടി നിനക്കുണ്ടെങ്കിൽ, അങ്ങനെ ആ അനുഭവത്തിന്റെ ആ അടിമത്തത്തിനാണ് നീ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായി ദൂത്, നീ അതിന് പുറത്തു വരണം. സർവശക്തിയുള്ള ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിനെ നിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നിന്റെ മേൽ യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവെന്ന മുദ്ര കൊണ്ടവൻ നിന്നെ നിറയ്ക്കും. പരിശുദ്ധാത്മാവെന്ന മുദ്ര കൊണ്ട് നിന്നെ നിറയ്ക്കും. അങ്ങനെ നീ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ മുദ്ര നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, ഒരു ദുരാത്മാവിനും നിന്റെ മേൽ ഇടപെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ മിസ്രയീമിൽ താമസിച്ചിരുന്ന ഇസ്രായേൽ ജനം, അവർക്ക് പാർക്കുവാൻ ഗോസന്ദേശം ദൈവം കൊടുത്തു. മിസ്രയീമിൽ ഫറവോൻ കൊടുത്തു. അവരുടെ പാർക്കുന്ന സമയങ്ങളിൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടേണ്ട കാലഘട്ടമായപ്പോൾ യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ആട്ടിൻകുട്ടി അറുത്ത് അതിന്റെ രക്തമെടുത്ത് നിങ്ങളുടെ കട്ടിളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടണം. അങ്ങനെ അവർ എന്തിനാണത് ചെയ്തത്? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുമ്പോൾ, സംഹാരകൻ മിസ്രയീമിൽ പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി അവരുടെ വീടിന്മേലും കട്ടിളമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി. രക്തം കാണുമ്പോൾ സംഹാരകൻ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം. പുറപ്പാട് പുസ്തകം 12 വായിച്ചത് കാണാൻ കഴിയും. അങ്ങനെ സംഹാരം ഒഴിഞ്ഞു പോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ മുദ്രവിട്ട് കഴിയുമ്പോൾ ഒരു സംഹാരകനും നിങ്ങളുടെ മേൽ അടുക്കുവാൻ അധികാരമില്ല. ഒരു സംഹാരകനും നിങ്ങളിലേക്ക് പ്രവേശിക്കത്തില്ല. അതുകൊണ്ടാണ് ദുർഭൂതങ്ങൾക്കോ, ദുർമന്ത്രവാദങ്ങൾക്കോ, ദുർശക്തികൾക്കോ, ദുരാത്മാവിന് നിന്റെ മേൽ അധികാരമില്ല. നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ മുദ്ര പിശാച് കാണുമ്പോൾ അവൻ നിന്നെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. സർവശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ നിന്നെ തന്നെ നീ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല എന്ന് ഇയ്യോബ് പറയുന്നുണ്ട്. സർവശക്തനെ നാം കണ്ടെത്തുകയില്ലെന്ന് ഇയ്യോബ് പറയുന്ന ഒരു ഭാഗം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സർവശക്തിനെയോ നാം കണ്ടെത്തുകയില്ല, അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. വിശ്വാസമാണ്. ഹല്ലേലൂയ. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. നമ്മുടെ സർവശക്തനായ ദൈവം ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. നമ്മുടെ ദൈവം ശക്തിയിൽ അത്യുന്നതനാ.
ഈ യോബിന്റെ പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ ഏലിഹുവിന്റെ പ്രതിവാദം തുടരുന്നു. പ്രകൃതി ശക്തികൾ ദൈവമഹിമയെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആ 37-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഏലിഹുവിന്റെ നീണ്ട പ്രതിവാദത്തിന് ഇയ്യോബ് മറുപടി ഒന്നും പറയുന്നില്ല. ഒരു ഭയങ്കര നീണ്ട ഒരു പ്രതിവാദം, വലിയൊരു പ്രസംഗം തന്നെ നടത്തുക. പക്ഷെ ഇയ്യോബ് അവന് മറുപടി പറഞ്ഞില്ല. പക്ഷെ അതിനാവശ്യം വരുന്നതിന് മുമ്പേ ദൈവശബ്ദം അവരുടെ ഇടയിൽ മുഴങ്ങി. ഏലിഹുവിന്റെ പ്രതിവാദത്തിന് ഇയ്യോബ് ഉത്തരം പറയാതെ, ഇയ്യോബ് ഉത്തരം പറയാൻ ആവശ്യം വരുന്നതിന് മുമ്പേ ദൈവശബ്ദം അവിടെ മുഴങ്ങി. എന്താണ് ദൈവശബ്ദം മുഴങ്ങിയത്? ഹല്ലേലൂയ. അതാണ് ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചതെന്നാൽ, അളവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവനാർ. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഏലിഹു ശക്തമായ പ്രതിവാദം ഇയ്യോബിന്റെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ സ്തോത്രം അല്ലയോ, പ്രകൃതി ശക്തികളെ കുറിച്ച്, അതിന്റെ മഹിമയെക്കുറിച്ച് ഇയ്യോബിനോട് പറയുമ്പോൾ ഇയ്യോബ് ഒരു വാക്ക് പോലും പറയാതെ നിൽക്കുന്ന സമയങ്ങളിൽ അതിനുള്ള അവസരം വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ചുഴലിക്കാറ്റിൽ, സർവശക്തനായവൻ, ശക്തിയിൽ അത്യുന്നതനായിരിക്കുന്ന ദൈവം അവിടെ അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇയ്യോബും കൂട്ടുകാരും ആ ശബ്ദത്തിനു മുമ്പിൽ നമ്മുടെ ശിരസ്കരായി ശിരസ്കരായി ശക്തിയോടെ നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആ വലിയ പ്രതിവാദം നടക്കുന്ന സമയത്ത്, ആ വലിയ പ്രതിവാദത്തിന് മുമ്പിൽ ഏലിഹുവും ഇയ്യോബും തന്റെ സ്നേഹിതന്മാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ ചുഴലിക്കാറ്റുന്നത് സംസാരിച്ച ദൈവശബ്ദത്തിന് മുമ്പിൽ അവർ നിശ്ചലരായി മാറി. നിശ്ചലരായി മാറി. ഒടുവിൽ ഇയ്യോബിന്റെ സ്നേഹിതന്മാരോട് പോലും ദൈവം ഒന്നും സംസാരിച്ചില്ല. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കെതിരെ വാദപ്രതിവാദമായിട്ട്, നിനക്കെതിരെ ഒരുപാട് ആലോചനയുമായി, നിനക്കെതിരെ ഒരുപാട് ദുരാലോചനയുമായി ഒരു നല്ല കൂട്ടം ജനം നിനക്ക് നേരെ കടന്നു വരുമ്പോഴും ഇയ്യോബിന് നേരെ ഏലിഹു വളരെ പ്രതിവാദം ഉന്നയിച്ച് ഇയ്യോബ് മൗനമായി ഇരുന്ന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതിന് മുമ്പ് ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷമായി ദൈവം, ചുഴലിക്കാറ്റിൽ അവരോട് സംസാരിച്ച ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവില് ലോകം നിന്നെ പഴിചാരുമ്പോൾ, ലോകം നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത്യുന്നതനായ ദൈവം, ശക്തിയിൽ അത്യുന്നതനായ സർവശക്തിയുള്ള ദൈവം ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് ഇടപെട്ടതുപോലെ ദൈവം നിന്നോട് ഇടപെടും. നിന്നോടും ദൈവം സംസാരിക്കും. നിന്റെ മേൽ ഒരു ദുർശക്തികൾക്കും അധികാരം നടത്തുവാൻ അവകാശമില്ല. ഒരു ദുർഭൂതങ്ങൾക്ക്, ഒരു ദുർമന്ത്രവാദങ്ങൾക്ക് നിന്റെ മേൽ അധികാരമില്ലാത്ത വിധത്തിൽ, നിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. രക്തജയം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യുന്നതമായ ശക്തിയാ, ഉന്നതമായ ശക്തിയാ, ഉയരത്തിലെ ശക്തിയാ, അത് സർവശക്തനായവന്റെ ശക്തിയാ. അങ്ങനെ ആ സർവശക്തനായവന്റെ ശക്തിയാ നിറയപ്പെട്ട നിന്നെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു സാധാരണക്കാരനാണെന്ന് നിനക്ക് തോന്നിയാലും, നീ ഒരു നിസ്സാരനാണെന്ന് നിനക്ക് തോന്നിയാലും, നീ ഒരു ബലഹീനയാണെന്ന് നിനക്ക് തോന്നിയാലും, ദൈവാത്മാവി പ്രമാദത്തിനോട് പറയുന്ന ദൂത് സർവശക്തിയുള്ള ദൈവത്തിന്റെ മകനാ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് സംസാരിച്ച ദൈവം നിന്നോടും സംസാരിക്കും. നിന്റെ ആകുലതകളുടെ നടുവില്, നിന്റെ സങ്കടങ്ങളുടെ നടുവില്, നിന്റെ ദുഃഖവേളകളില്, നിന്റെ കണ്ണുനീരിന്റെ നടുവില്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവില് ചുഴലിക്കാറ്റ് സംസാരിച്ച ദൈവം നിന്നോടും സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതെ, നിന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവൻ നിന്നോട് ചേർന്നിരിപ്പുണ്ട്. അവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവൻ നിന്റെ ചാരത്തുണ്ട്, അവൻ നിന്റെ സമീപയുണ്ട്, അവൻ നിന്റെ നിന്റെ ശക്തിയാൽ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, അതരങ്ങൾ തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ ലോകപ്രകാരം പല നാമങ്ങളിലും ആശ്രയിക്കും.
ആശ്രയിക്കുന്നു. മനുഷ്യൻ ലോകപ്രകാരമുള്ള പല നാമങ്ങൾക്കും വിധേയപ്പെട്ട് പല നാമധേയങ്ങളിലും അറിയപ്പെട്ടും പല നാമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുന്ന മനുഷ്യൻ. ലേരിയ അവിടെയെല്ലാം മനുഷ്യൻ പരാജയപ്പെടുന്നു. ലേരിയ എന്നെ കേൾക്കുന്ന മനുഷ്യൻ ആശ്രയിക്കുക പരാജയപ്പെടും. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളാണ്. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധരെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ റോമാലേഖനം 3:10 വായിക്കണം. അവിടെ ഇതിലുള്ള നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാണ്. അല്ലെങ്കിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ സ്വതം മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്ന, മനുഷ്യൻ സ്വയം നാമസ്വീകരിച്ച് സ്വയം ദൈവങ്ങളായി മാറി ഞങ്ങൾ സർവശക്തി ഉള്ളവരാണെന്ന് പറയുന്ന മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അവരും നീറോ ചക്രവർത്തി അടക്കമുള്ള ചക്രവർത്തിയോർ മരിച്ചതുപോലെ അവരും ഒരിക്കൽ മരിക്കും. അവർക്ക് ശക്തിയുണ്ട്, സർവശക്തിയില്ല. എന്നാൽ സർവശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ നീ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവം നിന്റെ മുമ്പിൽ അത്ഭുതം ചെയ്യും. നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും. നിന്റെ തലമുറയിൽ അത്ഭുതം ചെയ്യും. നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത അത്ഭുതങ്ങളെ നിനക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ സ്വോത്രം പറഞ്ഞാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതെ, നിന്റെ ഏകാന്തതയെ മാറ്റിത്തരുവാൻ, നിന്റെ നിന്ദകളെ മാറ്റിത്തരുവാൻ, നിന്റെ പരിഹാസത്തെ മാറ്റിത്തരുവാൻ, നിന്റെ പരാജയത്തെ മാറ്റിത്തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ ദൈവം ചില പുതുവഴികളെ തുറക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ദൈവം ചില പുതിയ വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. നിന്റെ പ്രതിസന്ധി വേളകളില്, നീ അനുഭവിക്കുന്ന കഷ്ടതയില്, മഹാവ്യാധിയുടെ നിലവില് സർവശക്തനായ ദൈവത്തിന്റെ സർവശക്തിയെ, ആത്മശക്തിയെ നിന്റെ മേൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൈവം ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നാന്മയിൽ പറഞ്ഞാട്ട് ആ ദൈവസാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ ചില കുടുംബങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക്, അവരുടെ പ്രാർത്ഥന വിഷയത്തിലേക്ക് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായി ഞാൻ അത് അനുഭവിച്ചറിയുക. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ ദൈവത്തിന് മഹത്വം നിങ്ങൾ കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് നീ മഹത്വം കൊടുക്കും തോറും, നീ ദൈവത്തെ ഉയർത്തും തോറും, സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട നീ സർവശക്തിയുള്ള ദൈവത്തിന്റെ നാമത്തെ നീ ഉയർത്തും തോറും ആത്മശക്തി നിന്നിൽ പെരുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ മകനായ മകളെ നിന്നെ തകർപ്പാൻ ഈ ഉലകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് 118 സങ്കീർത്തനം 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമിയിലുള്ള മനുഷ്യരിലും പ്രഭുക്കന്മാരിൽ നീ ആശ്രയിക്കരുത്. അവർ സ്വയം നാമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സ്വയം നാമം ഏറ്റെടുത്ത് ഞങ്ങൾ ദൈവമാണ്, ഞങ്ങൾ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ തകർക്കുവാൻ ശ്രമിക്കും. അതിന്റെ തലയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഭൂമിയിലുള്ള മനുഷ്യ നാമങ്ങളെ അല്ല നീ ആശ്രയിക്കേണ്ടത്. സകല നാമത്തിനും മേലായ നാമമുള്ള ശക്തിയിൽ ഉന്നതനായിരിക്കുന്ന, സർവശക്തിയുള്ള ശക്തിയിൽ അത്യുന്നതനായിരിക്കുന്ന യേശു ക്രിസ്തു നീ ആശ്രയിക്കണം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഇവിടെ മരിച്ചു മൺമറയുമെന്ന്, മനുഷ്യന്റെ ഇവിടെ മരിച്ചു മൺമറഞ്ഞ് ഒരു പിടി മണ്ണായി മാറും. ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചിലരൊക്കെ മരിച്ചുപോയ മനുഷ്യനോടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലരൊക്കെ ഭൂമി ജീവനോടിരിക്കും, ജീവനുള്ള നാമങ്ങൾ, ജീവനുള്ള മനുഷ്യനാമങ്ങളോട് പ്രാർത്ഥിക്കും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജീവനോടെ ഇരിക്കുന്ന മനുഷ്യനും പ്രഭുക്കന്മാരും സ്വയം നാമം ഏറ്റെടുത്ത് അവർ ദൈവങ്ങളായി വന്ന് അവരുടെ നാമത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും മറുപടിയില്ല, നിങ്ങൾക്ക് നിത്യതയില്ല, രക്ഷയില്ല. മരിച്ചു പോയ ശേഷം മരിച്ച മനുഷ്യൻ ശക്തിയുണ്ടെന്ന് പറഞ്ഞ് മരിച്ചുപോയ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിനുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമില്ല. രണ്ടിനും ശക്തിയില്ല. മനുഷ്യൻ മരണത്തോടുകൂടി അവന്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുക. പിന്നെ അവന്റെ ആത്മാവ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ ആത്മാവ് നിത്യതയിൽ സ്വർഗീയ പ്രതീക്ഷ ഉണ്ടായിരിക്കും. അല്ല, പാപത്തിലാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ അവന്റെ ആത്മാവ് യാതൊരു സ്ഥലത്തും
നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ മനുഷ്യനോട്, മരിച്ചുപോയവരോടും ഭൂമി ജീവൻ ചൊല്ലിയിരിക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാതെ, ആ നാമത്തിൽ നിങ്ങൾ ആശ്രയിക്കാതെ, അതുകൊണ്ടാണ് മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുതെന്ന് 118 സംഗീതം 8 വാക്യം പറയുന്നത്. പിന്നെ ആരെ ആശ്രയിക്കണം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ്, അത് തന്നെ ഞാൻ പറയുന്നത്. സർവശക്തിയുള്ള ദൈവം, ആൽഫയും ഒമേഗയുമായിരിക്കുന്നവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ, സർവശക്തിയുള്ളവൻ, മാറ്റമില്ലാത്ത ശക്തി, മാറ്റമില്ലാത്ത ദൈവം, മാറ്റമില്ലാത്ത ദൈവമായിരിക്കുന്ന, മാറ്റമില്ലാത്ത ശക്തിയുള്ള, സർവശക്തിയുള്ള യേശു ക്രിസ്തുവിനെ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്നും നിങ്ങൾ പറയുന്നത് എന്റെ കുടുംബത്തിന് ശാപമാണ്, എനിക്ക് ബന്ധനമാണ്, പോരാട്ടങ്ങളാണ്, വെല്ലുവിളികളാണ്, അവര് അത് ചെയ്ത് ഇത് ചെയ്ത്, ദുർമന്ത്രമാണ്, ദുർഭൂത ശക്തികളുടെ പോരാട്ടങ്ങളാണ്, വരുത്തുപോക്കിന്റെ ശക്തികളാണ് എന്നൊക്കെ പറഞ്ഞ് നീ സ്വയം പരാജയപ്പെടരുത്. ഹല്ലേലൂയ. നീ സ്വയം പരാജയപ്പെട്ടു പോകാതെ എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, വേദപുസ്തകം നിന്നെ വ്യക്തമായി പഠിപ്പിക്കുക, സത്യവേദ പുസ്തകങ്ങൾ പറയുക. വെളിപ്പാട് പുസ്തകത്തിൽ സർവശക്തിയുള്ള അത്യുന്നത ശക്തിയുള്ള കർത്താവാൻ യേശു ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചവൻ, യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവൻ, പത്മോസിന്റെ ഏകാന്തതയിൽ തരിച്ചിരിക്കുമ്പോഴും ആ ഏകാന്തയുടെ നടുവിലും യോഹന്നാൻ ഹല്ലേലൂയ സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് പറയുക, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ ആശ്രയിക്കുന്ന ദൈവം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ദൈവം, ഞാൻ അവന്റെ മാറി ചാരിയിരുന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കൂടെ നടന്നിട്ടുണ്ട്, അവന്റെ ശുശ്രൂഷ അനുഭവിച്ചിട്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കാനായിലെ കല്യാണ വീട്ടിലെ വെള്ളമൻ വെച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത്, രോഗികൾക്ക് വിടുതൽ കൊടുത്ത, ഭൂതങ്ങളെ പുറപ്പെടുവിച്ച് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത, കൂട്ടിന് കാഴ്ച കൊടുത്ത, ചെകിടിന് കേൾക്കുവാൻ കൂടിയ പക്ഷപാതക്കന്നെ സൗഖ്യമാക്കിയ, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ സർവശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എന്റെ കൈ കൊണ്ട് തൊട്ടതാണ്, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് പറയുക, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ പറയുന്ന, ഞാൻ അനുഭവിക്കുന്ന യേശു ആൽഫയാണ്, ഒമേഗയാണ്, ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണ്, വരുന്നവനാണ്. അവൻ സർവശക്തിയുള്ളവൻ, അത്യുന്നതമായ ശക്തി അവന്റെ പേരുണ്ട്. അതെ, ഈ ദൈവ സാന്നിധ്യം യോഹന്നാൻ അനുഭവിച്ചതുപോലെ നീ അനുഭവിക്കാൻ തയ്യാറാകുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറും. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനാമങ്ങൾ ആശ്രയിക്കരുത്. അൽഫയായി അല്ലെങ്കിൽ സകലത്തിൽ സൃഷ്ടിച്ച അവസാനം, ഒമേഗയായി നിത്യതയിൽ നിങ്ങളെ ചേർക്കുന്ന, ആദിയിൽ ആദാം നഷ്ടപ്പെടുത്തിയ സ്തോത്രം സകലത്തെയും വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യപുത്രനായി യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് കൊടുക്കുന്നതായി കാണുന്നു. അപ്പം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാം നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങൾ, ആദാം നഷ്ടപ്പെടുത്തിയ ദൈവസാന്നിധ്യം, ആദാം നഷ്ടപ്പെടുത്തിയ ദൈവശക്തി, ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി, ആദമിൽ നഷ്ടപ്പെട്ടു പോയി സകല അനുഗ്രഹങ്ങളും ദൈവസാന്നിധ്യം, ദൈവശക്തിയും പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആദവും സർവശക്തി നഷ്ടപ്പെട്ട്, സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിന് പുറത്തു പോയപ്പോൾ, ഹല്ലേലൂയ, ദൈവ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ, അവന്റെ പരമയാഗത്തിലൂടെ അവൻ നമുക്ക് ആദമിൽ നഷ്ടപ്പെട്ടു പോയ ആ സർവശക്തി നമുക്ക് തിരിച്ചു നൽകി, അവന്റെ മകനായി മകളാക്കി തീർത്ത് അവന്റെ സഭയുടെ ഭാഗമാക്കി നാം അവന്റെ മണവാട്ടിയാണ്. പരിശുദ്ധാത്മാവെന്ന ശക്തി നമ്മുടെ മേലുണ്ട്. ഒരു ദുർഭൂതങ്ങൾക്ക്, ഒരു ദുർശക്തികൾക്ക് നമ്മെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അധികാരവും നമുക്ക് തന്നിരിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, നിന്റെ കുടുംബത്തിന് ശാപം ഭരിക്കത്തില്ല, നിന്റെ തലമുറന് ശാപം ഭരിക്കത്തില്ല, നിന്റെ ജീവിതത്തിന് ശാപം ഭരിക്കത്തില്ല, നിന്റെ നന്മയുടെ ശാപം ഭരിക്കത്തില്ല. ആരും നിന്നെ ശപിക്കാൻ കഴിയത്തില്ല, ആരുടെ ശാപം നിന്റെ മേൽ വരത്തില്ല. കാരണം നീ സർവശക്തനായ ദൈവത്തിന്റെ സർവശക്തിയുള്ളവനാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു തന്ത്രങ്ങൾക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സർവശക്തിയുള്ള ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, അത് ദൈവം നിന്നെ സർവശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നിന്നെ നിറപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ, നീ വാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ, അന്യായ ബന്ധനങ്ങളെ ദൈവം നീക്കിക്കളയുക.
അത് നിന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ ദൈവം നീക്കുക. തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെ ദൈവം നീക്കിക്കളഞ്ഞിട്ട് ദൈവം നിന്റെ കുടുംബത്തെയും സർവശക്തി കൊണ്ട് നിറയ്പ്പാൻ, സർവശക്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്പ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഇന്ന് പകൽ നിങ്ങൾ ആത്മശക്തി ഏറ്റെടുക്കാൻ തയ്യാറാണോ? രക്തം ചെയ്യും അല്ലെങ്കിൽ. അതുകൊണ്ട് ആമേൻ, അൽഫയും ഒമേഗയുമായ ദൈവം അല്ലെ നിനക്ക് വേണ്ടി അല്ലെ അത്ഭുതം ചെയ്യാൻ പോകുന്നു. അപ്പൊ ദൈവത്തിന് വായിക്കുമ്പോൾ അല്ലെ ആമേൻ അല്ലെ അൽഫ ഒമേഗയിൽ പൂർണ്ണമട്ടഞ്ഞ് സമ്പൂർണതയെ വെളിപ്പെടുത്തുന്നു. ഗ്രീക്ക് ഭാഷയിൽ അൽഫ എന്നത് എബ്രായ ഭാഷയിൽ അലിഫ എന്നും വലിയ ഒമേഗ എന്നത് താവ് എന്നും ഉച്ചരിക്കപ്പെടുന്നു. നിങ്ങൾക്കൊരു അൽഫയുണ്ട്. ദൈവം നിങ്ങളെ ലോകം ഉണ്ടാകുന്ന മുമ്പേ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് ആരംഭമായി ഇരിക്കുന്നവൻ മാത്രമല്ല, അവൻ നിങ്ങൾക്ക് ഓമേഗയുമാണ്. അപ്പൊ അമ്മയുടെ അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവം നിനക്ക് ഹല്ലേലൂയ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമായി നിന്നോട് കൂടിയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ശ്വാസം നിങ്ങളെ വിട്ടു പിരിയുമ്പോൾ, നിങ്ങൾ ഈ ലോക ജീവിതത്തോട് വിട പറയുമ്പോൾ ഹല്ലേലൂയ സർവശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നിൽക്കുന്ന നിനക്ക് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ആദ്യനും അന്തിനുമായിരിക്കുന്നവൻ നിന്നോട് ചേർന്ന് നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കൂടി ഹല്ലേലൂയ ഈ ലോകം വിട്ട് നീ വേർപെടുമ്പോൾ, നിന്റെ മരണം ഇവിടെ സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട നീ ഹല്ലേലൂയ നീ കോടി വർഷങ്ങൾ നിത്യതയിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവോട് കൂടെ കെരൂബുകളും സാറാവുകളും ദൂതന്മാരും വിശുദ്ധന്മാരും അടങ്ങിയിരിക്കുന്ന ആ വലിയ സംഘത്തിൽ നീയും ഉണ്ടായിരിക്കും. അങ്ങനെ വലിയ സംഘത്തിൽ സ്വർഗത്തിൽ നീ ഉണ്ടായിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ നിറയപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് കോടാനുകോടി വർഷം, അന്തമില്ലാത്ത വർഷങ്ങൾ ദൈവത്തോടു കൂടി നാം ഇരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. യഹൂദ നബികൾ ഇപ്രകാരം പറയാറുണ്ട്: ആദാം അനുസരണയില്ലാത്ത പാപം ചെയ്തു, എന്നാൽ അബ്രഹാമോ അല്പം മുതൽ താവു വരെ ദൈവത്തെ അനുസരിച്ചു, അവനാണ് നമ്മുടെ പിതാവ് എന്ന് യഹൂദ നബിമാർ പറയാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പുതിയ നിയമസഭയോട് പറയട്ടെ, അബ്രഹാമിന്റെ സന്തതി, ഇസ്ഹാക്കിന്റെ സന്തതി, യാക്കോബിന്റെ സന്തതിയായിരിക്കും ഇസ്രായേൽ ജനം. പുതിയ നിയമസഭ, പുതിയ നിയമസഭയ്ക്ക് നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്ക് സർവശക്തിയുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെയായിരിക്കണം. ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങളോടി നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. സർവശക്തിയുള്ള ദൈവത്തിനെ ആശ്രയിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളുടെ ചാട്ട്. ആരെങ്കിലും സർവശക്തിയുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ഇന്നും പാപശാപ രോഗബന്ധനത്തിന് നടുവിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം കൊടുക്ക്. നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങളും പാപങ്ങളും എല്ലാം മാറ്റി ദൈവം നിന്നെ ആത്മശക്തിയെ നിറയ്ക്കും. നിനക്ക് നിത്യതയിൽ കോടാനുകൂടി യുഗം വാഴുവാൻ ദൈവം നിന്നെ ഇന്ന് പകൽക്കാൽ ആഹ്വാനം ചെയ്യുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത യുവക രാജ്യങ്ങൾ 800 കോടി ജനം, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണം, മേധാവി സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ദ്രൈവിഡ മേഖലയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്നവർ, ഞങ്ങളുടെ സൈന്യത്തിനായി പാലകർ, ദൈവമർപ്പാണ്, രഹസ്യ പോലീസ്, ജുഡീഷ്യൽ ഭാഗങ്ങൾ, സഹകരണമേലും പുതുമേലും ആരോഗ്യമേലും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, സൈനിക ബാങ്ക് മേഖല വായിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരി, കടലോര വാസികൾ, തീരദേശ മത്സ്യത്തിന് കടന്നുപോയി ക്ഷീരമേഖലയും കാർഷിക മേഖലയും ചെറുക്ക് ബന്ധമായ വ്യാപാരി വ്യവസായികളെയും വെടിവെടുപ്പിച്ച എല്ലാ കമ്പനികളും ഫാക്ടറികളിലും കരികളും ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെയും, മത, സാമൂഹ്യ, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവരെ, മദ്യത്തിൽ, മയക്കുൻ, പാൻസ്, ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ വർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, സ്വന്തം അധികാരത്തിൽ സീമിക്കുന്ന മനുഷ്യന്റെ രക്തം കുടിക്കുന്ന ഭൂമിയിലെ പല മഹാന്മാരുടെയും വലിയ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ശേഷത്തിൽ ബാല്യത്തിൽ കോമാരി യുവനത്തിൽ മാർഗിരാൻ വൃത്തശന യാചകർ ഓർമ്മ ചോള തടവരായിരിക്കുന്ന ജനത്തിനായി സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥി വിദേശരാജ്ഞി ജോലിക്ക് കടന്നുപിടി കഷ്ടസൈ വേദന അനുഭവം മണലായി നൊമ്പരപ്പെടുന്നവർ, നാട്ടിൽ കടന്നു ഫാൻ സാധനം കിട്ടാൻ ഫാൻ
പീഡ അനുഭവിക്കുന്നവർ, കർത്താവിന്റെ പേരുമായി കർത്താവ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ അധ്വാനിക്കുന്ന സാഹചര്യങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യ സർവശക്തിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് ഒരു ജയാളിയായ ജീവിതം നയിപ്പാൻ, പാപത്തിനും ശാപത്തിനും രോഗത്തിനും ബന്ധത്തിനും വേർപിടിക്കപ്പെട്ട് ക്രിസ്തുയേശുവിൽ പുതിയ ജീവിതം നയിപ്പാൻ കർത്താവിന്റെ വരവിന് ഒരുക്കമുള്ള ഒരു തലമുറയെ ഇത് എഴുന്നേൽപ്പിക്കണമേ. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണം. മദ്യത്തിനും മയക്കൊന്നും പാൻസരകരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് കുടുംബജീവിതത്തിൽ പരിമിതമായ പാപശാപം അകപ്പെടും ആദ്യം ഭാരപ്പെടുന്നവർ, മരണാസനമായ കടന്ന് രോഗികളായിരിക്കുന്നവർക്കെല്ലാം ഇവർ ദൈവ സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബം സമാധാനം കൊണ്ട് തിരഞ്ഞിട്ട് സകലമകത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.